വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ഇതിനെ പറയുന്നത് ഉള്ളിക്കോഴി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇത്. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോസ്റ്റ് കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് സവാളയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെറും ചെറിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ ചെറിയ ഉള്ളി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചിക്കനിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് ആക്കിയിട്ട് നേരെ ചട്ടിയിലോട്ട് ഒഴിച്ചാലും മതി. എന്തു വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലോട്ട് വേവാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാനിതിൽ ചിക്കൻ്റെ ഒപ്പമാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്നിട്ട് പതുക്കെ കിടന്ന് തിളച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം, നന്നായിട്ട് വേവണം. എങ്കിലും മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ 1 kgയുടെ ചിക്കനിലോട്ട് കറക്റ്റ് ആ ഒരു 1/4 കിലോ മസ്റ്റായിട്ട് മിനിമം എടുത്തിരിക്കണം, എങ്കിലേ ഉള്ളൂ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിവിടെ 3/4 കിലോയ്ക്ക് തന്നെ 1/4 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. എത്രയും ചെറിയ ഉള്ളി എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയുമാണ്. അപ്പോൾ മസ്റ്റായിട്ടും വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വേറെയുള്ള എണ്ണ എടുത്താൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടില്ല. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ പക്ക എന്തോ ഒരു സ്മെല്ലാണെന്നറിയോ. നിങ്ങളൊരു തവണ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, പൊറോട്ടയ്ക്ക് ബെസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന്. ഒരിക്കലും ഒരു ഡൗട്ട് അവിടെ വേണ്ട കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ചെടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്തായാലും ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, വീഡിയോ പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.